സുമയുടെ മകന്റെ കല്യാണമാണ്. അതിൽ പങ്കെടുക്കാൻ എത്തിയതാണ് കല. കലയുടെ മോനും മോളും എല്ലാത്തിനും ഓടി നടക്കുന്നുണ്ട്. കല്യാണ സമയമായതും ചെറുക്കൻ അച്ഛൻ്റെയും സുമയുടെയും കാൽ തൊട്ട് വന്ദിച്ചു. അടുത്തതായി കലയുടെ കാൽക്കൽ വീണും അനുഗ്രഹം വാങ്ങിച്ചു. ചേച്ചിയും അനിയത്തിയുമായാൽ ഇങ്ങനെ ഒത്തൊരുമ വേണം. ആദ്യമൊക്കെ എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഓർമ്മകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം വെച്ചു. സുമയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ മധു കലയെ കൂടെ കൂട്ടി വന്നു. സുമയുടെ അനിയത്തിയാണ് കല. അവളുടെ പ്രസവ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അത്. അമ്മയ്ക്ക് പ്രായമായതിനാൽ ഒരു സഹായം, അത്രേ കൂടിയുള്ളൂ. സുമയും കലയും തമ്മിൽ ഏകദേശം 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രാവിലെ അമ്മയുടെ ഒപ്പം കലയും അടുക്കളയിൽ കയറും. അടുക്കളയിൽ ജോലികൾ ഒരുവിധം ഒരുക്കിയതിന് ശേഷം കുഞ്ഞിനെ നോക്കി അമ്മ ഇരിക്കുമ്പോൾ കല സുമയുടെയും കുഞ്ഞിനെയും തുണികൾ അലക്കുവാനും വീട് വൃത്തിയാക്കുവാനും തുടങ്ങും. മധുവിന് റേഷൻ കടയാണ്. ഉച്ചയ്ക്ക് കടയും അടച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഊണം കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞ് പിന്നെ കടയിൽ പോകൂ. മിക്കവാറും ദിവസങ്ങളിൽ മധു എത്തുമ്പോൾ സുമ വേദു കുളിച്ച് ഉറക്കമായിരിക്കും. അമ്മയും ഒപ്പം കിടന്നിട്ടുണ്ടാകും. രാവിലെ മുതൽ ജോലിയുടെ ക്ഷീണം. കല മധുവിന് ചോറ് കൊടുത്ത് അയാൾ കഴിച്ചു കഴിഞ്ഞ് പാത്രവും കഴുകി വെച്ചു. നേരെ മുറിയിൽ പോയി ബുക്ക് വായിക്കുകയോ കിടക്കുകയോ ചെയ്യും. വൈകുന്നേരം കടയും അടച്ച് കവലയിലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞേ മധു വീട്ടിലെത്താറുള്ളൂ. എൻ്റെ മധു, ഈ വയസ്സാം കാലത്ത് നിന്നെ നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് കഴിച്ചു. നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? ഈ പാതിരാത്രി വരെ ഞാൻ കാത്തിരിക്കണ്ടേ? എൻ്റെ അമ്മായി ഇങ്ങനെ എന്നെയും കാത്തിരിക്കണ്ട. ഞാൻ വന്നോളാം. കഴിക്കാനുള്ളത് വിളമ്പി വെച്ചിട്ട് അമ്മായി കിടന്നോ? അത് ശരിയാണോ മധു? നീ കുറച്ച് നേരത്തെ വരാൻ നോക്കിയാൽ മതി. മധു സുമയുടെ മുറിയിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല അവിടേക്ക് വന്നത്. സുമയുടെയും കുഞ്ഞിൻ്റെയും അലക്കുവാനുള്ള തുണികൾ ഓരോന്നായി അവളെടുത്തു. പെട്ടെന്നാണ് മധു അവളെ ശ്രദ്ധിച്ചത്. അവരുടെ ആകാരഭംഗി. അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കിയിരുന്നു പോയി. കലേ, മധുവേട്ടൻ്റെ അലക്കാനുള്ളത് കൂടി മുറിയിൽ നിന്നും എടുത്തേക്കൂ. ഏട്ടാ, ഒന്ന് ചെല്ല അലക്കാനുള്ളത് എടുത്തു കൊടുക്ക്. എന്താണെന്ന് അവൾക്കറിയില്ല. കല മുറിയിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ മധുവും മുറിക്ക് പുറത്തിറങ്ങി. കലയ്ക്ക് അലക്കാനുള്ള തുണികൾ മധു എടുത്തു കൊടുത്തു. അപ്പോഴെല്ലാം അയാളുടെ ശ്രദ്ധ അവരുടെ ശരീരത്തിലായിരുന്നു. വൈകുന്നേരം എല്ലാ പേരും കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരം, കലേ, നീ മധു വരുമ്പോൾ അവനൊന്ന് ആഹാരം എടുത്തു കൊടുത്ത ശേഷം കിടക്കൂട്ടോ. എനിക്ക് വയ്യ എന്നിങ്ങനെ ഉറക്കം മുഷിയാൻ. പ്രായമായി വരുക. എന്നെക്കൊണ്ടിനി പറ്റില്ല ഇങ്ങനെ ജോലി ചെയ്യാനും വെച്ചു വിളമ്പി കാത്തിരിക്കാനും ഒന്നും. അമ്മ പോയി കിടന്നോ, ഞാൻ ഏട്ടൻ വരുമ്പോൾ വിളമ്പി കൊടുക്കാം. കല ടി വിയും നോക്കിയിരുന്നു. ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ മധു എത്തി. നീ ഉറങ്ങിയില്ലായിരുന്നോ കലേ? അമ്മ കിടന്നു. ഞാൻ ഏട്ടന് കഴിക്കാൻ വിളമ്പി തന്നിട്ട് കിടക്കാം. അമ്മയ്ക്ക് ഉറക്കം മുഷിയാൻ വയ്യ. മധു വേഗം കുളിച്ചു വന്നു. കല അവന് ഭക്ഷണം വിളമ്പി നൽകി. മധു കഴിച്ചു കഴിഞ്ഞു പാത്രം ഒക്കെ കഴുകി വെച്ച് അവൾ പോയി കിടന്നു. ഉറക്കത്തിൽ ശരീരത്തിലൂടെ എന്തോ എഴുന്നതുപോലെ തോന്നി അവൾ വേഗത്തിൽ ചാടി എഴുന്നേറ്റു. നിലവിളിക്കാൻ തുടങ്ങിയതും അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. കലേ, നീ വിളിച്ച് ബഹളം വെക്കരുത്. ഏടൻ എന്തിനാ ഈ മുറിയിൽ? പോ, എനിക്ക് പേടിയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. ഞാൻ അമ്മയെ വിളിക്കും. പെട്ടെന്ന് മധു അവളുടെ ചുണ്ടുകളെ ഭ്രാന്തമായി ചുംബിച്ചു. അവൻ്റെ കൈകൾ അവളുടെ മാറിടങ്ങളിൽ പതിയെ അമർന്നു. കല അയാളുടെ കൈകൾ തട്ടിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും മധു അവളിലേക്ക് കൂടുതൽ കൂടുതൽ ചേർന്നു. അവൻ്റെ കൈകൾ അവളുടെ അടിവയറിലും മാറിടത്തിലും തഴുകിക്കൊണ്ടിരുന്നു. ആദ്യത്തെ എതിർപ്പുകൾ പതിയെ കുറഞ്ഞു. ഇതുവരെ അറിയാത്ത സുഖത്തിൽ അവളും മധുവിനോട് ചേർന്നു നിന്നു. മധു അവളെ കട്ടിലിൽ കിടത്തി അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അവനവളെ പൂർണ്ണമായി സ്വന്തമാക്കി. ഒരു നിമിഷത്തെ പ്രവൃത്തിയിൽ സ്വന്തം സഹോദരിയോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് കല പൊട്ടിക്കരഞ്ഞു. ഇതൊന്നും ആരും അറിയില്ല. നീയായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. മധു കലയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു മുറിയിലേക്ക് പോയി. സ്വന്തം ചേച്ചിയോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് കലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ രാവിലെ നേരത്തെ ഉണർന്ന് ഓരോ പണികളായി ചെയ്തു. കഴിയുന്നതും മധുവിൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കി. രാത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയ്ക്കും സുമയ്ക്കൊപ്പം അവരുടെ മുറിയിൽ കഴിച്ചുകൂട്ടി. രാത്രിയിൽ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതിന് അവൾ മനഃപൂർവ്വം അവൻ്റെ മുന്നിൽ എത്താതെയായി. ഏകദേശം ഒരാഴ്ചയോളം കല ഈ ഒളിച്ചുകളി തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ നേരത്തെ ഉണർന്ന് താഴേക്ക് വരികയായിരുന്ന കലയെ മധു പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി. അവളെ നേരെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ചയായി നീ ഇവിടെ കളിക്കുന്ന ഈ ഒളിച്ചുകളിയുടെ കാര്യം എന്താണെന്ന് എനിക്കിപ്പോൾ അറിയണം. എൻ്റെ കൺവെട്ടത് പോലും വരാതെ നീ എന്തിനെങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? കല കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ ചേച്ചിയോടും കുഞ്ഞിനോടും ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. മധു അവിടെ തോളിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി. കല ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു.
എടീ, ഇതൊക്കെ സാധാരണയായി എല്ലായിടവും നടക്കുന്നതാണ്. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. മധു അതും പറഞ്ഞുകൊണ്ട് അവളെ വാരിപ്പുണർന്നു. പ്രതിരോധിക്കുവാനുള്ള അവളുടെ എല്ലാ ശ്രമങ്ങളെയും തച്ചുടച്ചുകൊണ്ട് മധു ഒരു കൊടുങ്കാറ്റ് പോലെ അവളിലേക്ക് ആഞ്ഞടിച്ചു. കലയ്ക്കിപ്പോൾ പഴയ ഉത്സാഹവും ചുറുചുറുക്കും ഒന്നുമില്ല. ഏതു നേരം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കുന്നില്ല. കലയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവൾ നേരെ എഴുന്നേറ്റ് കലണ്ടറിൻ്റെ മുന്നിൽ ചെന്നു നിന്നു. എല്ലാ മാസവും അവിടെ ചുവപ്പിക്കാറുള്ള ആ കുങ്കുമ ചുവപ്പ് ഈ മാസം കണ്ടില്ല. കലയുടെ കൈകൾ അവളുടെ അടിവയറിലേക്ക് പോയി. രാത്രിയിൽ മധു വരാൻ അവൾ കാത്തിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വേഗം മുറിയിലേക്ക് പോയി. മധു ചെല്ലുമ്പോൾ ഏങ്ങിക്കരയുന്ന പെണ്ണിനെയാണ് കണ്ടത്. എന്തിനാ കല നീ ഇങ്ങനെ കരയുന്നത്? എല്ലാം കഴിഞ്ഞു, എല്ലാം നശിച്ചു. ഞാൻ ഗർഭിണിയാണ്. ഇനി എന്തു ചെയ്യും? തലയിൽ ഇടി വീഴുന്ന പ്രതീതിയായിരുന്നു മധുവിന്. നീ ഇതാരോടും പറയണ്ട, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഓരോ ദിവസം കഴിയും തോറും കലയ്ക്കുണ്ടാകുന്ന മാറ്റം അമ്മയും സുമയും ശ്രദ്ധിച്ചു. ഒടുവിൽ എല്ലാ പേരും അറിഞ്ഞു. എല്ലാം. സുമയും അമ്മയും കൂടി കലയെ ഒരുപാട് ഉപദ്രവിച്ചു. അടിയും ബഹളവും കണ്ട് കയറി വന്ന മധുവിൻ്റെ നെഞ്ചിലേക്ക് കല ചേർന്ന് നിന്നു. സുമയും അമ്മയും പരസ്പരം നോക്കി. ഒരു തെറ്റ് സംഭവിച്ചു. പക്ഷെ ഇവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സുമേ. നിന്നെപ്പോലെ തന്നെയാണ് എനിക്കിവളും. നിന്റെ കൺവെട്ടത്ത് നിന്ന് മാറ്റി ഞാനിവളെ താമസിപ്പിച്ചു കൊള്ളാം. കൈയൊഴിയാൻ പറ്റില്ല. അവളെ ഞാനാണ് ഇതിലേക്ക് തള്ളിയിട്ടത്. എനിക്ക് ഉപേക്ഷിച്ച് കളയാനാവില്ല. നിങ്ങളെ രണ്ടുപേരെ ഞാൻ നോക്കിക്കൊള്ളാം. സുമയും അമ്മയും എന്ത് മറുപടി പറയുമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മധു കലയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി നടന്നു. 2 വീടുകളിലായി കലയും സുമയും താമസിപ്പിച്ചിരിക്കുകയാണ് മധു. 2 വീടുകളിലുമായി മാറി മാറി സമയം ചിലവഴിച്ചുകൊണ്ട് 2 പേരെയും ഒരു കുടക്കീഴിലാക്കാനുള്ള ശ്രമം മാത്രം ഇന്നുവരെ നടത്തിയില്ല. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വെറുതെ ചിന്തിക്കേണ്ടല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.